പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടെമ്പിളായിട്ടുള്ള ബാബ്സ് ടെമ്പിളിലേക്കാണ് ഇന്നൊരു യാത്ര. നമ്മൾ താമസിക്കുന്ന ദുബായിൽ നിന്നും 95 കിലോമീറ്റർ മാറി അബുദാബിയിലെ അബുമുറൈക്കയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടെങ്കിലും അവിടെ എത്താൻ നട്ടുച്ചയ്ക്ക് 12:30 മണിയായി. ഇത്രയും കൊടും ചൂടത്തും അതിലൂടെ നടക്കുന്ന ആൾക്കാരുടെ കാലൊന്നും പൊള്ളുന്നില്ലല്ലോ എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് UAEയിലെ കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി രാജസ്ഥാനിൽ നിന്നും പ്രത്യേകമായി കൊണ്ടുവന്നിട്ടുള്ള പിങ്ക് സാൻഡ്സ്റ്റോണും ഇറ്റാലിയൻ മാർബിൾസും കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കാല് പൊള്ളാത്തത്. ക്ഷേത്രത്തിലേക്ക് കടക്കാൻ നമ്മൾ ഓൺലൈനിൽ നിന്നും എൻട്രി പാസ് എടുത്ത് വെക്കണം. പിന്നെ എൻട്രൻസിൽ നമ്മുടെ എമിറേറ്റ്സ് ഐഡിയോ പാസ്പോർട്ടോ കാണിച്ച് നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. ഈ ക്ഷേത്രം 2024 ഫെബ്രുവരി 14 UAE ഭരണാധികാരിയുടെയും ക്ഷേത്ര മുഖ്യന്മാരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത്. 2015 അന്നത്തെ കിരീടാവകാശിയായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ക്ഷേത്രം നിർമ്മിക്കാനുള്ള 27 ഏക്കർ സ്ഥലം വിട്ടു നൽകാമെന്ന് സന്തോഷത്തോടു കൂടി അറിയിക്കുന്നത്. ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവൻ കൊത്തുപണികൾ കൊണ്ടാണ്. ഇന്ത്യയിലെ മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയും എല്ലാം ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ടെങ്കിലും അതിലുപരി അബുദാബിയിലെയും UAEയിലെയും ദുബായിലെയും ഒരുപാട് ഫേമസ് ബിൽഡിങ്ങുകളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ബുർജ് ഖലീഫയും ബുർജ് അൽ അറബും ദുബായ് ഫ്രെയിമും വരെ ഇവിടെ കാണാം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഈ വെള്ളക്കെട്ടുകൾ സൂചിപ്പിക്കുന്നത് യമുന, ഗംഗ, കാവേരി തുടങ്ങിയ പുണ്യപുരാതന നദികളാണെന്ന് പറയപ്പെടുന്നു. കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിങ്ങനെ നടന്നു നീങ്ങി. ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളിയൊരു ക്ഷേത്രമായിരുന്നു. ദുബായിൽ താമസിക്കുന്നവരും അല്ലെങ്കിൽ UAEയിൽ താമസിക്കുന്നവരായാലും ഒരു തവണയെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ടെമ്പിൾ തന്നെയാണ്. എല്ലാ കാഴ്ചകളും കണ്ട് പ്രസാദവും വാങ്ങി നമ്മൾ മടങ്ങി.